മൂട് താങ്ങികളുടെ സ്ഥാനാരോഹണവും കേക്കച്ചന്റെ നെഞ്ചത്തടിയും. ഇന്ന് ഏതാണ്ട് ഉച്ചയോടുകൂടി കഴിഞ്ഞ 2 തവണയായിട്ട് മാറ്റിവെക്കപ്പെട്ട ഒരു ചടങ്ങാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെയും മറ്റു ഭാരവാഹികളുടെയും സ്ഥാനാരോഹണ ചടങ്ങ് തലസ്ഥാന നഗരിയിൽ വെച്ച് നടക്കുകയുണ്ടായി. ആ ചടങ്ങ് കാര്യമായ ശ്രദ്ധ നേടുകയുണ്ടായില്ല. കാരണം ഇന്നിത് നടക്കുമോ ഇല്ലയോ എന്ന് പോലും വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. കാരണം KPCC നേതൃത്വത്തിനകത്ത് തന്നെ തമ്മിലടി, KC വിഭാഗം ഈ പ്രസ്ഥാനം മൊത്തം പിടിച്ചെടുക്കാൻ നോക്കുകയാണ്, സംസ്ഥാനത്ത് സജീവമാകാൻ തുടങ്ങുകയാണ് എന്ന ആശങ്കയിൽ ഇടഞ്ഞു നിൽക്കുന്നു VD സതീശൻ. അതുപോലെ തന്നെ തൻ്റെ ആസ്മാദിയെ DCC പ്രസിഡന്റിന്റെ ചുമതല കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇയാൾ ഇടംവഴിവെടുത്ത് നിൽക്കുന്നു. അപ്രകാരം ഒരു സാഹചര്യത്തിൽ ഈ ഒരു പരിപാടി തന്നെ ഇന്ന് നടക്കുമോ ഇല്ലയോ എന്ന് പോലും സംശയിച്ചു നിൽക്കുമ്പോഴാണ് അവർ ഒരു പദ്ധതി ഉണ്ടാക്കിയത്. KC വേണുഗോപാൽ അടങ്ങുന്ന നേതൃത്വം മാറി നിൽക്കുക, VD സതീശൻ ആ പരിപാടിക്ക് പങ്കെടുക്കത്തില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് VD സതീശൻ ഒഴികെ മറ്റു മുതിർന്ന നേതാക്കന്മാരെല്ലാം ആ പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് ഒരു വിവാദമാകും, അത് ചർച്ചയാകും എന്നതുകൊണ്ട് തന്നെ KC വേണുഗോപാലും മറ്റു മുതിർന്ന പല നേതാക്കന്മാരും മാറി KC വേണുഗോപാലിൻ്റെ ശിങ്കടികളായ അരമന കിങ്ങിണിയും AP അനിൽകുമാറും വിഷ്ണുനാഥും അതുപോലെ ഇപ്പോഴും ഷാഫിയും എല്ലാം ചേർന്ന് ഈ പരിപാടി എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി നടത്തി ഇവന്മാരെ ഇറക്കി വിടുക എന്ന ലക്ഷ്യത്തോടു കൂടി ആ പരിപാടി നടത്തി. കാരണം ഭാരവാഹിത്വമൊക്കെ കൊടുത്തിട്ട് കാലങ്ങൾ കുറേയായി, സ്ഥാനാരോഹണ ചടങ്ങ് നടക്കാത്തത് കൊണ്ട് എല്ലാവരും കരയ്ക്ക് കയറിയിരിക്കുകയാണ്. സമരമൊക്കെ നടക്കേണ്ടുന്ന സമയത്ത് യാതൊന്നും നടക്കാത്ത അവസ്ഥ. അവസാനം ഗതികെട്ട് ഇവന്മാർ ഈ വള്ളമൊക്കെ നീറ്റിലിറക്കുക എന്ന് പറഞ്ഞ പോലെ തള്ളി ഇവന്മാരെ ഫീൽഡിലേക്ക് ഇറക്കുവാനുള്ളൊരു പരിപാടിയാണ് ഇന്ന് നടന്നത്. ആ പരിപാടിയിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ആ നരാധമൻ്റെ ആ ആബ്സെൻസ് ആണ്. ഈ യുവനേതാക്കന്മാരെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് അവർക്ക് പ്രചോദനം കൊടുത്ത് അവരെ ഫീൽഡിലേക്ക് ഇറക്കേണ്ടുന്ന ആ കേക്കച്ചൻ ഇന്ന് എവിടെ പോയി? ഇന്ന് ഉച്ചയ്ക്ക് കൊല്ലം പന്മന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി ഉണ്ണിയപ്പം കൊണ്ട് തുലാഭാരം നടത്തി. ഓർക്കണം, കൊട്ടാരക്കര ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ജീവനക്കാരെ അവിടെ കൊല്ലത്ത് കൊണ്ടുവന്ന് 8,000-ഓളം ഉണ്ണിയപ്പം അവിടെ ഇട്ടുണ്ടാക്കി ആ ഉണ്ണിയപ്പം കൊണ്ട് തുലാഭാരം നടത്തി. അതാണല്ലോ വലിയ ആവശ്യം. പാർട്ടിയുടെയും സംസ്ഥാനത്തിൻ്റെയും ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ. അപ്രകാരം ഒരു പരിപാടി നടന്നു. ആ സമയം തിരുവനന്തപുരത്ത് യുവനേതാക്കന്മാർ ഒരു തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയിൽ സ്ഥാനാരോഹണ പരിപാടിയൊക്കെ നടത്തി അവന്മാരെ പതുക്കെ കളത്തിലേക്ക് ഇറക്കുവാനുള്ള ശ്രമമാണ് നടന്നത്. ആദ്യം നമുക്ക് ഷാഫി പറമ്പിലിൻ്റെ ആ പ്രസംഗം കേട്ട ശേഷം ഉടൻ മടങ്ങി വരാം. പേരാമ്പ്രയിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ്, നമ്മളൊക്കെ നിരവധി സമരങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. ഈ തിരുവനന്തപുരത്തും സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ കളക്ട്രേറ്റുകളുടെ മുമ്പിലും എല്ലായിടത്തും ഒക്കെ സമരത്തിൽ പങ്കെടുക്കുന്നവരെ നമ്മൾ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിനേക്കാൾ ഭീകരമായ മർദ്ദനമേൽക്കേണ്ടി വന്ന നിരവധി സഹപ്രവർത്തകർ ഈ പ്രസ്ഥാനത്തിലുണ്ട്, ജയിലിലടക്കപ്പെട്ടവർ. ഇപ്പോഴും അവിടെ 8-9 ആളുകൾ ജയിലിലാണ്. ഒരു കള്ളക്കേസ് എടുത്തിട്ട് അന്ന് മുതൽ ജയിലിലാണ്. ഞാൻ ആ ഇൻസിഡൻറ്റിനെ പറ്റി പറയുന്നത്, അവിടെ ഒരു കമ്മീഷണറുടെ പ്രസംഗം തന്നെ നിങ്ങൾ കേട്ടു. അവിടെ ലാത്തി ചാർജിൻ്റെ ഒരു ആവശ്യം വന്നിട്ടുണ്ടായില്ല, അവിടെ ലാത്തി ചാർജിന് ഒരു വിസിൽ ഉണ്ടായിട്ടില്ല, അവിടെ ഒരു സൈറൺ ഉണ്ടായിട്ടില്ല, അവിടെ ഒരു വാണിംഗ് ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു നിർദ്ദേശം ഞങ്ങൾ കൊടുത്തിട്ടില്ല. നിങ്ങൾക്കറിയാം, നമ്മളിവിടെ സമരം ചെയ്യുമ്പോൾ എത്രയോ തവണ ടിയർ ഗ്യാസും ഗ്രനേഡും ഒക്കെ നമ്മുടെ ഇടയിൽ വന്ന് വീഴാറുണ്ട്. അങ്ങനെ വന്ന് വീഴുമ്പോൾ അത് പോലീസും സഹപ്രവർത്തകർക്കും ഇടയിലുള്ള ഗ്യാപ്പിലാണ് പലപ്പോഴും അത് സംഭവിക്കാറുള്ളത്. പക്ഷെ നേരെ ചെറുപ്പക്കാരുടെ മുഖത്ത്, അവിടെ കൂടിയിരുന്നവരുടെ മുഖത്തേക്ക് അത് എറിഞ്ഞ് മുഖത്ത് വീണത് പൊട്ടി. നിയാസ് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മുഖം നിങ്ങൾ കണ്ടതാണ്. അത്ര ഭീകരമായിട്ട് പോലീസ് അവിടെ ആക്ട് ചെയ്യുമ്പോൾ അവരുടെ റൂറൽ SP തന്നെ അവിടെ ഒരു ലാത്തി ചാർജിൻ്റെ നിർദ്ദേശം പോലും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട വിഷ്വൽ നിങ്ങൾ കണ്ടതാണ്. ബോധപൂർവം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ തലയ്ക്കും മുഖത്തും അടിക്കാനും മൂന്നാമതും അടിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ വിഷ്വൽ ഉൾപ്പെടെ നമ്മൾ പുറത്തുവിട്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, ഈ ഭരണത്തെ ഇനി കേരളത്തിൻ്റെ അധികാരത്തിൽ എത്തിക്കാതിരിക്കുക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിനനുസരിച്ച് പെരുമാറുക എന്നുള്ളത് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ഉത്തരവാദിത്വവുമാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും നമുക്ക് വേണ്ട. അവരുടെ ഇപ്പം അവിടെ അടിച്ച പോലീസുകാരനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. ഞാനിവിടെ അതുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ഇവിടെ അന്വേഷണം നടത്തുമ്പോൾ ആ പോലീസുകാരൻ സേനയിലില്ല എന്നുള്ളതാണ് ഒപ്പം ഡിസ്മിസ് ചെയ്യപ്പെട്ട പോലീസുകാരുൾപ്പെടെ കരുതിയിരുന്നത്. അയാൾ അവിടെ പറയുന്നത് സംസാരിക്കുമ്പോൾ വീടിൻ്റെ സ്ഥലം പോലും കൃത്യമായിട്ട് പറയുന്നില്ല.
അപ്പോൾ ഈ സമരം ചെയ്യുന്ന ചെറുപ്പക്കാരുടെ തല നോക്കി അടിച്ച് ക്രൂരമായി മർദ്ദനങ്ങൾ നടത്തി പരിക്കേൽപ്പിക്കാനുള്ള CPM-ന്റെ പൊളിറ്റിക്കൽ ഡയറക്ഷൻ നടപ്പിലാക്കാൻ പോലീസിനകത്ത് CPM ഒരു ഗുണ്ടാ സ്ക്വാഡിനെ നിലനിർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയില്ല. ആ ഗുണ്ടാ സ്ക്വാഡുകളുടെ CPM ഗുണ്ടാ സ്ക്വാഡുകളുടെ ഭരണം പോലീസിനകത്ത് നടക്കുക. സുജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ സ്റ്റേഷനകത്തും നിങ്ങൾ ഓരോരുത്തരും സമരവേദികളിലും നേരിടേണ്ടി വന്ന മർദ്ദനം സമരത്തോടുള്ള പ്രതികരണമല്ല, അത് CPM ഡയറക്ഷനാണ്. ആ ഡയറക്ഷൻ നടപ്പിലാക്കുന്ന ഒരു പോലീസല്ല കേരളത്തിൽ ഇനി വേണ്ടത്. കേരളത്തിൽ യുവജന സമരങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ചെറുപ്പക്കാരുടെ തല നോക്കി അടിച്ചു പൊട്ടിച്ചിട്ട് പിന്നെ വർഷങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും നമുക്കിടയിൽ നിന്ന് ഉൾപ്പെടെ ജീവൻ നഷ്ടപ്പെട്ട ചെറുപ്പക്കാരെ ഉൾപ്പെടെയുള്ള ആളുകൾ, ചെറുപ്രായത്തിൽ നമ്മുടെ കൊടി പിടിച്ച് ഇടക്ക് വെച്ച് വീണുപോയ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഞാൻ പറയുന്നു, നാളെ നമ്മൾ അധികാരത്തിൽ വന്ന തിരിച്ചപ്പുറത്ത് സമരം ചെയ്യുന്ന കുറേ ആളുകളുടെ തല അടിച്ചു പൊട്ടിക്കണം എന്നല്ല, അങ്ങനത്തെ പോലീസ് അല്ല വേണ്ടത് എന്നുള്ളത് യൂത്ത് കോൺഗ്രസിനും ബോധ്യമുണ്ടാവണം, കോൺഗ്രസിനും ബോധ്യമുണ്ടാവണം. എന്ന് വെച്ചാൽ സമരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ പറയുന്ന ഭരണ തുടർച്ച, അതാണ് ജനീഷ് ഇവിടെ സൂചിപ്പിച്ചത്, ഭരണ തുടർച്ച എങ്ങനെയാണ് ഒരു ഗവൺമെന്റിനെ ഈ ജനവിരുദ്ധരാക്കി മാറ്റിയിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പം ഇനി ഒരു ഭരണം അവർക്ക് കൊടുത്ത് നിങ്ങൾ ആലോചിക്കണം, അവിടെ 10-ാം തീയതി ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നു. 10-ാം തീയതി ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ട് 13-ാം തീയതി അവരൊരു FIR ഇടുക. 13-ാം തീയതി ഇടുന്ന FIR എന്താ? 13-ാം തീയതി ഇടുന്ന FIR UDF പ്രവർത്തകർ അവർക്കെതിരെ ബോംബെറിഞ്ഞു എന്നുള്ളതാണ്. തലേ ദിവസം അല്ലെങ്കിൽ അന്നത്തെ ദിവസം വൈകുന്നേരം DYFIയുടെ ഒരുത്തൻ പത്രസമ്മേളനം നടത്തി അവൻ്റെ ഭാവനയിൽ വിരിഞ്ഞൊരു തിരക്കഥ അത് പത്രസമ്മേളനത്തോടെ പറയുമ്പോൾ DYFI നേതാവിൻ്റെ ഭാവനയാണ് കേരളത്തിലെ പോലീസിൻ്റെ നമുക്കെതിരായിട്ടുള്ള FIR ആയിട്ട് മാറുന്നത്. ഒരു സമരത്തിൻ്റെ സ്പോട്ടിൽ ഒരു ബോംബ് സ്ഫോടനം നടന്ന അത് കേരളത്തിലെ പോലീസ് ശ്രദ്ധിക്കാതെ പോവുമോ? 10-ാം തീയതി വൈകുന്നേരം അവിടെ ഒരു ബോംബ് സ്ഫോടനം നടന്നിട്ടുണ്ടെങ്കിൽ പോലീസ് 10-ാം തീയതി അതിനെപ്പറ്റി പറയാതിരിക്കുമോ? പോലീസ് 11-നും 12-നും അതിനെപ്പറ്റി പറയാതിരിക്കുമോ? പോലീസ് FIR എടുക്കാൻ 13-ാം തീയതി വരെ കാത്തിരിക്കുമോ? അപ്പൊ അവിടെ വ്യാജമായ ഒരു ബോംബ് കേസ് ഉണ്ടാക്കുക, എന്നിട്ട് ആ കേസിൽ പ്രതി ചേർത്തിട്ട് 5-8 ആളുകളെ ഇപ്പോ തടവറയിൽ വെച്ചിരിക്കുകയാണ്, അവരെ റിമാൻഡ് ചെയ്തിരിക്കുക. എന്ന് വെച്ചാൽ പോലീസിങ്ങിന്റെ മുഴുവൻ നിഷ്പക്ഷതയും കളഞ്ഞിട്ട് കേരളത്തിലെ പോലീസ് CPM-ന്റെ ഒരു പോഷക സംഘടനയെ പോലെ ഗുണ്ടകളെ കൊണ്ട് നിറച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ മുന്നിൽ അടിയറവ് പറയാൻ ഒരുക്കമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന പ്രസ്ഥാനമായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് തെരുവിൽ തുടരുക തന്നെ വേണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരു തുടർച്ച അതിനുണ്ടാക്കിയാൽ ഈ കള്ളക്കേസുകളുടെ പ്രളയം, ഇനി ഒരു തുടർച്ച അതിനുണ്ടാക്കിയാൽ നിങ്ങൾ ഇപ്പം തന്നെ സഹപ്രവർത്തകർ അടക്കേണ്ടി വരുന്ന ഫൈനും തുക എത്ര വലുതാണ് എന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട്. കഴിഞ്ഞ 9.5 വർഷക്കാലമായി ഇതുപോലത്തെ കോവിഡ് തൊട്ട് അതിൻ്റെ മുമ്പും ശേഷമുള്ള കേസുകളിൽ ഈ സഹപ്രവർത്തകരെ വേട്ടയാടുന്ന ആ ഭരണക്രമം ഇനി കേരളത്തിൽ തുടരാൻ അനുവദിച്ചുകൂടാ. അത് ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹമാണ്. ആശാ വർക്കർമാരുൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ കേരളീയ പൊതുസമൂഹത്തോട് പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. അത്ര ഗൗരവതരമേറിയ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ പ്രസ്ഥാനം ഏൽപ്പിക്കുന്ന ചുമതലകളുമായി നിങ്ങൾ മുന്നോട്ട് പോവുക. വ്യക്തിപരമായി നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അർഹതയുടെയും അവകാശത്തിൻ്റെയും ഒക്കെ പല തർക്കങ്ങൾ ഉണ്ടാവാം. ഏറ്റവും കൂടുതൽ ഇപ്പം ജനീഷ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഏറ്റവും അവകാശമുള്ള ആൾ ഞാനാണെന്നല്ലല്ലോ അയാൾ പ്രസംഗിച്ചത്. അപ്പോൾ ആ തർക്കങ്ങൾ നിലനിൽക്ക്, ആ തർക്കങ്ങൾ ഉണ്ടാവാം, അതിനകത്ത് അഭിപ്രായങ്ങൾ ഉണ്ടാവാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഒരു വലിയ വലിയ വിപത്തിനെ കേരളത്തിൽ നിന്ന് ചുമന്നു മാറ്റേണ്ട ഉത്തരവാദിത്തമുള്ള ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള മുഴുവൻ ആളുകളും ഇവിടെ സൂചിപ്പിച്ചതുപോലെ അബിൻ വർക്കി ആണെങ്കിലും അഭിജിത്ത് ആണെങ്കിലും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, വിനു ചുള്ളിയിലും നിലവിലുള്ള IYC ഭാരവാഹികളും IYC പ്രസിഡന്റും ചാർജ് വഹിക്കുന്ന സെക്രട്ടറിമാരും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവരെല്ലാവരും ഒന്നിച്ചിവിടെ അണിനിരക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വലിയ വിപത്തിനെ ഇവിടുന്ന് ചുമന്ന് നീക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം നിർത്തുന്നു. കഴിയാവുന്ന തരത്തിൽ സാധ്യമായ എല്ലാ ഇടങ്ങളിലും കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ശബ്ദം കേരളത്തിലെ കോൺഗ്രസിന്റെ KPCCയുടെ കമ്മിറ്റികളിൽ ഉയർത്തുക എന്നുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ നിറവേറ്റും എന്നുള്ളത് കൂടെ ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഭാരവാഹി പ്രഖ്യാപനം വന്നപ്പോൾ തനിക്ക് അർഹമായ പദവി ലഭിച്ചില്ല എന്ന് പറഞ്ഞ് പരസ്യ പ്രസ്താവന നടത്തിയ അബിൻ വർക്കി ഇന്ന് ചടങ്ങിൽ പങ്കെടുത്തു. ആ ചടങ്ങിൽ പങ്കെടുത്ത അബിൻ വർക്കി വളരെ കൃത്യമായ ഭാഷയിൽ പറഞ്ഞിരുന്നു, തന്നെ പോലുള്ളവർ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയെ കണ്ടുകൊണ്ടാണ്, അദ്ദേഹത്തെ കണ്ടുകൊണ്ടും മാത്രമാണ് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത്. ഇപ്രകാരം ഒരു പദവിയിൽ വരുവാൻ കാരണം അദ്ദേഹം നടത്തിയ ആ ജനാധിപത്യ രീതിയിലുള്ള സംവിധാനങ്ങൾ കൊണ്ടാണ് എന്ന് കൃത്യമായി കൊള്ളേണ്ടവർക്ക് കൊള്ളുന്ന രീതിയിൽ അദ്ദേഹം പറയുകയുണ്ടായി. ആ വേദിയിൽ അദ്ദേഹത്തെ അനുനയിപ്പിച്ച് കൊണ്ടുവന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
അർഹമായ പ്രാധാന്യം അദ്ദേഹത്തിന് സീറ്റ് നൽകാം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ അനുനയിപ്പിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ ഒരുവിധം ആ പരിപാടി തട്ടിക്കൂട്ടി നടത്തുകയുണ്ടായി. ഒന്നോർക്കുക, വരുന്ന തവണ സംസ്ഥാന ഭരണം പിടിച്ചെടുക്കും എന്ന് ആഗ്രഹിക്കുന്ന ഒരു ശക്തമായ പ്രതിപക്ഷത്തിൻ്റെ മുൻപന്തിയിൽ നിന്ന് പടനയിക്കേണ്ടുന്ന ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരെ അവരുടെ സ്ഥാനാരോഹണ ചടങ്ങ്, ആ ചടങ്ങിൻ്റെ മുൻപന്തിയിൽ നിന്ന് അധ്യക്ഷത വഹിക്കേണ്ടുന്ന ഈ കേക്കച്ചൻ എന്ന് പറയുന്നവൻ മാറി നിന്ന് ഉണ്ണിയപ്പ തുലാഭാരത്തിന് പോയത്. ഇത് നാണക്കേടാതിരിക്കുവാൻ, അയാളുടെ അസാന്നിധ്യം, അയാളുടെ ആ പ്രസൻസ് ഇല്ലായ്മ വിവാദമാകാതിരിക്കുവാൻ വേണ്ടി മാത്രമാണ് കെ.സി. വേണുഗോപാലും മറ്റുള്ളവരും ആ ചടങ്ങിൽ നിന്നും മാറി നിന്നത്. പക്ഷേ ജനങ്ങൾക്കിതെല്ലാം മനസ്സിലാകുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഇവന്മാരുടെ തമ്മിലടിയും തൊഴുത്തിൽ കുത്തും കൊണ്ട് മാത്രമാണ് ഇപ്രകാരം ഒരു പരിപാടി നടന്നത്. ഇതിൻ്റെ വല്ലതും ആവശ്യമുണ്ടായിരുന്നു? ഈ മിഷൻ 250യുടെ 14ാം ദിനത്തിൽ ഞങ്ങൾ ചോദിക്കുന്നത് ഇപ്രകാരം സ്വയം അപഹാസ്യരാകേണ്ടുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുക, രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ ശക്തനായി എന്ന് പ്രതികരിക്കേണ്ടുന്ന അയാളെ ഒന്നുമല്ലാതാക്കി ഈ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും പടിവാതുക്കൽ എത്തി നിൽക്കുമ്പോൾ തിടുക്കപ്പെട്ട് ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഈ മാരണത്തെ ആ പദവിയിൽ നിന്നും ഒഴിവാക്കിയാൽ ഈ പാർട്ടിയിൽ ഇവൻ ഗുരുതര പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് ഭയന്ന് അവനെ ആ പദവിയിൽ തന്നെ വെച്ച് ഇല്ലാതാക്കാനുള്ള ഒരു നടപടിയാണ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവന്റെ ആസ്മാദികളെ സുപ്രധാന പദവികളിലൊന്നും വെക്കാതെ ആലപ്പുഴ കോവാലന്റെ അടിമകളെയും ശിങ്കിടികളെയും മാത്രം വെച്ച് ഒരു ടീം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇതിൻ്റെ ഹീറ്റ് ഈ കേക്കച്ചന് കിട്ടിത്തുടങ്ങി. ഇയാൾ വർഷങ്ങളായി ആ മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ച് ഇയാൾ വരുമ്പോൾ ഇയാൾക്ക് മനസ്സിലായി ആ പദവി കിട്ടില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് വരുന്ന തവണ തനിക്ക് ആ പദവിയിലേക്ക് വരാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് പിണറായിയുമായി സഖ്യമുണ്ടാക്കി ഇയാൾ ഈ കോൺഗ്രസിനെ നശിപ്പിക്കാനുള്ള ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇയാളുടെ ഓരോ പ്രവൃത്തിയും ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളും ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുവാൻ തക്കതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഇനി നിങ്ങൾ കാണുവാൻ പോകുന്നത് അബിൻ വർക്കി യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളുടെ ആ സ്ഥാനാരോഹണ ചടങ്ങിൽ നടത്തിയ ആ പ്രസംഗമാണ്. ഞങ്ങൾക്കൊക്കെയുള്ള ഒരേ ഒരു വികാരവും ഒരേ ഒരു കമ്മിറ്റ്മെന്റ്, ഒരേ ഒരു ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ അത് ശ്രീ രാഹുൽ ഗാന്ധിയോട് മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കാൻ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ശ്രീ രാഹുൽ ഗാന്ധി ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഈ സംഘടനയിൽ, ഈ ജനാധിപത്യവൽക്കരിച്ച ഈ സംഘടനയുടെ ഭാഗവാക്കായത് എന്ന് ഞാൻ ഇപ്പോഴും കരുതുകയാണ്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. എപ്പോഴും ഒരു കാലഘട്ടത്തെ പറ്റി വിശേഷിപ്പിക്കുന്നത് ഇറ്റ്സ് ജസ്റ്റ് ടേണിംഗ് ദ പേജ്, നോട്ട് ക്ലോസിംഗ് ദ ബുക്ക് എന്നുള്ളതാണ്. നമ്മൾ താളുകൾ മറയ്ക്കുന്നതാണ്, പക്ഷേ പുസ്തകങ്ങൾ അടയ്ക്കാറില്ല എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഒരു സംഘടനയിൽ പുതിയ നേതൃത്വം വരുമ്പോൾ അതൊരു പുതിയ താളുകൾ മറയ്ക്കുന്ന ഒരു മുഹൂർത്തമാണ്. ആ സംഘടന എങ്ങനെയാണോ മുന്നോട്ട് പോയത് അത് അതിലും ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തി വന്ന സമര പോരാട്ടങ്ങളുണ്ട്. അത് നിങ്ങൾ കാണുന്ന നേതൃതലത്തിൽ കാണുന്ന വ്യക്തികൾ മാത്രമല്ല, അല്ലെങ്കിൽ അതിലധികമായി ഈ സംഘടനയ്ക്ക് വേണ്ടി അടികൊണ്ടവരും ചോരയൊലിപ്പിച്ചവരും ജയിലിൽ പോയവരും അനവധിയാണ്. ശ്രീ ഷാഫി പറമ്പിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു ചുമതലയേൽക്കൽ നടക്കുമ്പോൾ തന്നെ പേരാമ്പ്രയിൽ നമ്മുടെ 8 സഹപ്രവർത്തകർ ജയിലിലാണ്. നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ ജയിലിലാണ്. നമ്മുടെ എത്രയോ സഹപ്രവർത്തകർ ഇപ്പോഴും അടികൊണ്ട് അവശരായി കിടക്കുന്നുണ്ട്. ഇന്നും ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ എന്ന പേരിൽ, അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കുമെന്ന ഭയത്തിൽ കേരളത്തിലെ പോലീസ് കരുതൽ തടങ്കലിൽ യൂത്ത് കോൺഗ്രസുകാരെ പിടിച്ചു വച്ച ഒരു നിമിഷത്തിൽ കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ചുമതലയേൽക്കൽ ചടങ്ങ് ഇപ്പോൾ നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഈ യൂത്ത് കോൺഗ്രസിന്റെ സമര പോരാട്ടം അത് നയിക്കപ്പെടേണ്ടത്, അത് തുടരേണ്ടത്, അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എനിക്ക് ലഭിച്ച ഈ സ്ഥാനലബ്ധി എനിക്ക് ദേശീയ നേതൃത്വം പുതിയൊരു തലത്തിൽ പ്രവർത്തിക്കാൻ അവസരം തന്നു എന്നുള്ളതാണ് ഞാൻ കരുതപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, യൂത്ത് കോൺഗ്രസിന്റെ ഒരു മണ്ഡലം സെക്രട്ടറിയായി തുടങ്ങി സംസ്ഥാന ഉപാധ്യക്ഷനും ഇന്ന് ദേശീയ സെക്രട്ടറി ആകുമ്പോഴും KSUവിന്റെ ഒരു യൂണിറ്റ് സെക്രട്ടറിയായി തുടങ്ങി
അതിന്മേലെ NSUവിന്റെ ദേശീയ സമിതി അംഗമായും ദേശീയ സെക്രട്ടറിയായി മാറാൻ കഴിഞ്ഞപ്പോഴും ഞങ്ങൾക്കൊക്കെയുള്ള ഒരേ ഒരു വികാരവും ഒരേ ഒരു കമ്മിറ്റ്മെന്റ് ഒരേ ഒരു ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ അത് ശ്രീ രാഹുൽ ഗാന്ധിയോട് മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കാൻ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ശ്രീ രാഹുൽ ഗാന്ധി ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഈ സംഘടനയിൽ, ഈ ജനാധിപത്യവൽക്കരിച്ച ഈ സംഘടനയുടെ ഭാഗവാക്കായത് എന്ന് ഞാൻ ഇപ്പോഴും കരുതുകയാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് സിസ്റ്റത്തിലൂടെ നമ്മളൊക്കെ കടന്നു വരുമ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി നമ്മുടെ മുന്നിലേക്ക് വെച്ച ഒരു വലിയ ജനാധിപത്യത്തിന്റെ ഉൾക്കാഴ്ചയുണ്ട്. ആ ഉൾക്കാഴ്ചയിലൂടെയാണ് നമ്മളൊക്കെ കടന്നു വന്നത്. ഇന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പുതിയ കമ്മിറ്റിക്ക് സ്ഥാനമേൽക്കേണ്ടി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കമ്മിറ്റി നടത്തി വന്ന എല്ലാ പരിപാടികളും എല്ലാ ക്യാമ്പയിനുകളും അതിലും ശക്തമായി തന്നെ നടത്താൻ ഈ പുതിയ കമ്മിറ്റിക്കും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രിയപ്പെട്ട OJ ജനീഷിന്റെ നേതൃത്വത്തിൽ, ജനീഷ് KSU കാലഘട്ടം മുതൽ എന്റെ സഹപ്രവർത്തകനായി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു വന്ന ആളുകളാണ്. ഞങ്ങൾ ഒരേ സമയത്ത് KSUവിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ വ്യക്തിയാണ്. അതിനും ശേഷം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹമാകുമ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഞാൻ സേവനമനുഷ്ഠിച്ച ആളാണ്. ഇപ്പോ സംസ്ഥാന ഉപാധ്യക്ഷന്മാരെ ഞങ്ങൾ ഒരുമയായി പ്രവർത്തിച്ചവരാണ്. പ്രിയപ്പെട്ട ശ്രീ ബിനു ചുള്ളിയിൽ ഉൾപ്പെടെയുള്ള ആളുകളും അങ്ങനെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, നമുക്ക് മുന്നിലുള്ളത് ഒരു വലിയ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം അടുത്ത മെയ് മാസത്തിന്റെ പൊൻപുലരിയിൽ ഈ സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് ഈ സംസ്ഥാനത്തിന്റെ രാജ്ഭവനിൽ ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിരിക്കണം എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു സംശയം വേണ്ട, നമ്മുടെ മുന്നിലുള്ള മുദ്രാവാക്യം അത് ഡു ഓർ ഡൈ എന്നുള്ളതാണ്. ആ ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മളൊരു ടീമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഈ ടീമിന്റെ മുന്നേറ്റമായിരിക്കും പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന കാലഘട്ടം വിലയിരുത്താൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലും ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഇന്നലകളിൽ നമ്മൾ എങ്ങനെയാണോ പ്രവർത്തിച്ചത്, നാളുകളിലും അതിശക്തമായി തന്നെ നമ്മൾ മുന്നോട്ടുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട ശ്രീ OJ ജനീഷും പ്രിയപ്പെട്ട ശ്രീ ബിനു ചുള്ളിയിലും പ്രിയപ്പെട്ട ശ്രീ KM അഭിജിത്തും അടക്കമുള്ള എന്റെ പ്രിയപ്പെട്ട ദേശീയ ഭാരവാഹികൾ ജിൻഷാദ് ജിന്നാസും അതുപോലെ തന്നെ ശ്രീലാൽ ശ്രീധറും പ്രിയപ്പെട്ട എന്റെ ദേശീയ ഭാരവാഹികൾ അടക്കമുള്ളവർ നമ്മളെല്ലാവരും കൂടെ ഒരു ഇറങ്ങി ഈ പിണറായി വിജയൻ സർക്കാരിന്റെ അവസാനമാണ് നമ്മൾ ഒന്നിച്ചടിക്കും എന്ന് ഇവിടെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ എല്ലാ സഹപ്രവർത്തകർക്കും 1000 ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഇവിടെ പുതിയതായി ചുമതലയേൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് 1000 ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്. അബിൻ ബർക്കി വളരെ ശക്തമായ ഭാഷയിൽ തന്നെ കൊള്ളേണ്ടവർക്ക് കൊള്ളാവുന്ന രീതിയിൽ തന്നെ അദ്ദേഹം ഇന്ന് സംസാരിക്കുകയുണ്ടായി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.